എന്റെ പ്രീതി സോഡിയാക്കിന്റെ റിവ്യൂ ആണ് എന്ന് പറയാൻ പോണേ. ഒരു 1.5 മാസമായി ഇവൻ എന്റെ കൂടെ കൂടിയിട്ട്. അപ്പൊ ഇവനാണോ ഇവളാണോ? ഇവളെന്ന് പറയാല്ലേ, ഇവളെന്റെ കൂടെ കൂടിയിട്ട്. അപ്പൊ കൊറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ പ്രീതി സോഡിയാക്കിന്റെ റിവ്യൂ പറയുമെന്ന്. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ഒരു സമയം കിട്ടിയത് കേട്ടാ. അല്ലെങ്കിൽ ഇവനാണോ അറിയില്ല, എന്തായാലും നമുക്ക് പേര് മാത്രം പറയാം. ഇവനൊന്നും പറയാം. പ്രീതി എന്നുള്ള പേര് കേൾക്കുമ്പോ പെണ്ണായിട്ട് തോന്നിയാണ്ടേന്ന് ചോദിച്ചേ. ശരി, എന്തെങ്കിലും അവിടെ അപ്പൊ എന്റെ ഒരു 1.5 ജൂണിലാണ് ഇവിടെ വന്നത്. അപ്പൊ എന്തായാലും ഒരു 1.5 മാസമായി. അപ്പൊ യൂസർ റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പൊ ഇതിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിന്റെ മോട്ടറാണ്. 1000 വാട്ടിന്റെ മോട്ടറാണ് കേട്ടാ. നല്ല പവർഫുൾ സാധനമാണ്. ശരിക്കും ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഗ്രാമഡ് ആണ്. ഞാൻ കാണിച്ചുതരാം, നിൽക്കട്ടെ. പ്രോഗ്രാമഡ് ആണ്. ബാറ്ററി സ്വിച്ചുകളൊക്കെ പ്രോഗ്രാമഡ് ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തില്, അതായത് നമുക്ക് നോർമലി ഇങ്ങനെ കറക്കിയാലും മതി. എന്നാലും അതല്ലടി ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോക്കനട്ട് ചട്നി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഓരോ ജാറുമ്പോ ഈ ജാറുമ്പോ കോക്കനട്ട് ചട്നി ഉണ്ട്. ഇതിലിടുന്ന കോക്കനട്ട് ചട്നിയുടെ ആ ഒരു ആവശ്യത്തിനുള്ള സ്പീഡിൽ കറങ്ങും. അതായത് നമ്മൾ 1, 2, 1, 3 അങ്ങനെ അടിക്കുന്നതിന് പകരം ഇത് തന്നെ കറങ്ങി കറങ്ങി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ഇതിലൊരു മാസ്റ്റർ ഷെഫ് ജാറ്. നീ പറഞ്ഞപ്പോ ഒരു കാര്യം മുമ്പിൽ വിട്ടുപോയിട്ടാ. നീ ഇത് പ്രീതി സോഡിയാക്ക് എന്ന് പറഞ്ഞു. പ്രീതി സോഡിയാക്ക് അല്ല, പ്രീതി സോഡിയാക്ക് എന്ന് പറഞ്ഞത് ഈ കളറിലുള്ള മുമ്പത്തെ മോഡലായിരുന്നു തോന്നുന്നു. ബ്ലാക്ക് അങ്ങനത്തെ കളർ. എന്തായാലും ഈ കളറില് ഈ മോഡല് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ സോഡിയാക് 2.0. ചിലര് 2.0 എന്ന് പറയുന്നുണ്ട്. അപ്പൊ മറ്റേതിലൊന്നും ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇതിലാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. പിന്നെ മാസ്റ്റർ ഷെഫ് ജാറിനും പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത പറയാണ് മറ്റേ കൂടെ ഇല്ല ഇങ്ങനത്തെ ജാറ്. എണ്ണം കൂടുതലുണ്ട്, സൈസിൽ വ്യത്യാസം. പക്ഷെ ജാറിന്റെ എണ്ണത്തിൽ കുറവാണ്ടുണ്ട്. നമുക്കിത് 4 കിട്ടിയിട്ടുള്ളൂ. ശരിക്കും 5 ജാറാണ്ടുണ്ട് മറ്റേ കൂടെ. 1, 2, 3, 4 ജാറുള്ളൂ. പക്ഷെ അതെ, നമുക്കത് കിട്ടിയുള്ളൂ അതുകൊണ്ടല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം. പിന്നെ ലൈറ്റ് ഒക്കെ കത്തും കേട്ടാ. നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ കത്തും. അത് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെന്താ, പിന്നെ ഇതിന് ഒരു ഓവർലോഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പക്ഷെ ഇതിന് ഓവർലോഡ് ഇൻഡിക്കേറ്ററും കൂടി ഉണ്ട്. മറ്റേമയൊക്കെ ഉള്ള പോലെ തന്നെ അടിയിൽ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേഷനും കൂടി. പക്ഷെ ഓവർലോഡ് വരുമ്പോ ഇവിടെ ഇൻഡിക്കേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഓവർലോഡ് ഇതുവരെ ആയിട്ടില്ല. ഫ്യൂച്ചറിൽ ഓവർലോഡ് ആവും നമുക്കറിയാം. പിന്നെ ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ്? 2 വർഷം ഫുൾ മിക്സിക്ക് വാറണ്ടി, പിന്നെ 5 വർഷം മോട്ടറിന് വാറണ്ടി, പിന്നെ ലൈഫ് ടൈം സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പൈസ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്കറിയില്ല. കംപ്ലൈന്റ് ഒന്നും വരില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്രീതി സോഡിയാക് 2.0ന്റെ റിവ്യൂ, നിങ്ങളുടെ യൂസർ റിവ്യൂ കൂടി കമന്റ് ആയിട്ട് പറയണേ. കാരണം ഇത് മേടിക്കാൻ പോണ ആൾക്കാർക്ക് തന്നെ യൂസ്ഫുൾ ആവും. അപ്പൊ ഇനി നമുക്ക് ജാറ് പരിചയപ്പെട്ടാലോ? ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ലല്ലേ. ഇതിന് ഇത് സാധാരണ പോലെ തന്നെ ഓഫ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓണാക്ക, പിന്നെ അങ്ങനെ സ്പീഡ്. പക്ഷെ ഇത് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഓൺ പൊസിഷനിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇവിടെ അടിയിലത്തെ സ്വിച്ചുകളുമ്പോൾ ഞെക്കുക. ആ ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ളത് പൂരിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ പൊസിഷനിൽ ഇട്ടിട്ട് ഇവിടെ പൂരിയുമ്പോൾ ഒരു ഞെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പീഡിൽ അത് മാറി സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ തന്നെക്ക് കറങ്ങും. ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇട്ടേക്കണ സ്പീഡ് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതുകൂടി പറ, ഇതാണ് നമ്മുടെ പൾസ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊടിക്കണമെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അടിക്കും. അല്ലെങ്കിൽ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മാത്രം മതി. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മള് ഭയങ്കര റിവ്യൂമാരായില്ലേ. റിവ്യൂ ചെയ്യണമെന്ന് അറിയില്ല, നല്ല യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് അറിയാലോ. പിന്നെ ഇതിന്റെ കോക്കനട്ട് ചട്നി ആണ്. കോക്കനട്ട് ചട്നി അല്ല, കോക്കനട്ട് ചട്നിക്ക് വേണ്ടി അവര് പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ പൊടിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൽ മാക്സിമം എത്ര വേണമെന്നൊക്കെ ഇവര് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെ മെൻഷൻ ചെയ്തേക്കണേ ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ. അല്ല ഞാൻ പറയട്ടെ, ഇത്
കോക്കനട്ട് ചട്നിക്ക് ഇതിൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നു മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിലും വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. അല്ല അവര് ഓപ്ഷൻ തന്നേക്കുന്നതാണ്. അപ്പൊ ഇത് 1/2 ലിറ്ററിന്റെ ജാറാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നമ്മുടെ അടപ്പൊക്കെ ഉണ്ട്. എന്നാലും കൊള്ളാം അല്ലേ? പക്ഷെ ഇത് ഊരാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ ക്ലീൻ ആക്കുന്ന സമയത്തോ ഊരാൻ പറ്റില്ല. ഇല്ല, ഇത് നമുക്ക് മറ്റേ ഇതിന്റെ പോലെ ഊരാൻ കിട്ടില്ല, ഊരാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ ബ്ലേഡ് എങ്ങനെയാ സിമ്പിൾ ആയിട്ട് ഊരാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാന്ന്. സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാൻ പറ്റില്ല. ഊരാൻ പറ്റും, ഡെയിലി ഊരാനുള്ള പരിപാടി നടക്കില്ല. നമ്മളിപ്പോ ഡെയിലി ഊരേണ്ട ആവശ്യം ഉണ്ടാവായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഇതാണ് ഇതിന്റെ ജാറിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മുകളിൽ സ്റ്റീലും അടിയില് മറ്റേ സാധനം. നല്ല സ്റ്റീലാണ്, സാധാരണ പോലത്തെ സംഭവം തന്നെ. ഈ അടുത്തത് നമ്മുടെ 1.5 ലിറ്ററിന്റെ ജാറാണ് കേട്ടാ, നമ്മളെ ബാറ്ററും സംഭവങ്ങളൊക്കെ അരയ്ക്കണത്. അപ്പോ ഇതും ഇതുപോലെ തന്നെ സ്റ്റീലിന്റെ എന്താ പറയാ ജാറാണ്. നോർമലി മറ്റേതിന്റെ ഉള്ള പോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള. പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ ബ്ലേഡ് ഊരാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ബ്ലേഡ് റിമൂവബിൾ ആണ്. നമ്മുടെ അവര് തന്നേക്കണ ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ആവശ്യമില്ല, റിമൂവ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം. എനിക്ക് തോന്നണം ഇത് വെച്ച് നമുക്ക് എല്ലാ ബ്ലേഡ് ഊരാൻ പറ്റുന്നോ? ഇല്ലേ, ഇല്ല, അതിന് പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള ഒരു ബ്ലേഡ് ആണ്. കൂടുതൽ വീണായിട്ടുള്ളവർക്ക് എക്സ്ട്രാ ബ്ലേഡ് ഒന്നും തന്നിട്ടില്ല. അത് എന്താ തരാണ്ടിരുന്നത് എന്ത് കാര്യത്തിന്? ചുമ്മാ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നല്ല ഹാൻഡിലൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇതിന്റെ ഹാൻഡിൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ ആണെങ്കിലും കണ്ടാ ഇതിന്മേ പ്രീതി എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിനാണെങ്കിൽ ഹാൻഡിലൊരു തിളക്കം, സ്റ്റീൽ കോട്ടിംഗ് ഒരു ഇതുണ്ട്, നമുക്ക് പിടിക്കാൻ തന്നെ ഒരു ഇതുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം, മാസ്റ്റർ ഷെഫ് ജാറ്. അവര് 2.1 ലിറ്റർ ആണ് ഇത് മൊത്തത്തിൽ പറയണേ. പക്ഷെ ഇതിൽ എഴുതിയേക്കുന്നത് 1500 മാക്സിമം 6 കപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫുള്ളായിട്ട് 1500 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇതിൽ നമുക്ക് എല്ലാം അറിയില്ല കേട്ടോ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും അളവ് ഉണ്ടോന്ന് അവര് പറഞ്ഞേക്കുന്നത് 2.1 എന്നാണ് പറഞ്ഞേക്കണത്. ഏതാണെങ്കിലും എല്ലാ ഐറ്റംസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനെയാണ് ആശ്രയിച്ച് ചെയ്യണത്. സബോള നുറുക്ക, ക്യാരറ്റ് ചോപ്പിങ്ങും പിന്നെന്തിട്ടാ നമുക്ക് ബീൻസ് ഒക്കെ കട്ട് സവോളേനെ പല 2 ടൈപ്പ് രീതിയിൽ സവോളേനെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അതാണ് മെയിൻ സംഭവം. ആട്ടപ്പൊടി മിക്സ് ചെയ്ത് നമുക്ക് ചപ്പാത്തിക്കുള്ളത് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. കുഴച്ച് മറിച്ചൊക്കെ തരും. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ മുമ്പത്തെ വേർഷനിൽ, അതായത് പ്രീതി സോഡിയാക്കില് ഇതില് ഒരു ബ്ലേഡേ ഉള്ളൂ സബോള കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഇത് 2 ബ്ലേഡ് ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് ആണ്. കാറിനൊക്കെ ഉള്ള ഗിയർ ബോക്സ് ഒക്കെ ഉള്ള അത് ഊരിയെടുത്ത് കാണിക്കടി. ഇത് ഊരാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിന്റെ ഗിയർ ബോക്സ്. അതെ, ഇത് ഗിയർ ബോക്സ്. ഇത് വെള്ളമായിക്കണത് വെള്ളം നനയിരുന്നാണ്ട് എഴുതിയേക്കണേ. ഇത് ഗിയർ ബോക്സ് ആണ്. ഇതിന്റെ ഉപയോഗം എനിക്ക് തോന്നിയത് മിക്സി, അതായത് നമ്മുടെ ഈ മോട്ടർ നല്ല സ്പീഡിൽ കറങ്ങൂലോ. അപ്പൊ ഈ സാധനം കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള ഈ പൽച്ചക്രം, അതായത് ഇത് ഈ സാധനത്തിലേക്ക് കണക്ട് ആകുമ്പോൾ മിക്സി കറങ്ങുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം പകുതി സ്പീഡിലൊക്കെ ഇതിന്റെ ഉള്ളിലത്തെ ബ്ലേഡ് തിരിയുള്ളൂ. ഇതിന്റെ മറ്റേ ജാറുകളൊക്കെ അതേ സെയിം സ്പീഡിൽ കറങ്ങുമെങ്കിലും ഈ ഗിയർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡിൽ ഭയങ്കര വേരിയേഷൻ വരുന്നുണ്ട്. അത്രയും ഫുൾ സ്പീഡിലൊന്നും ഇത് കറങ്ങണില്ല. അപ്പൊ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവം ആയിരിക്കും അത്. ഗിയർ എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പൽച്ചക്രങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് തുറന്നു നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് ഈ നേരത്തെ നമ്മൾ മോട്ടോർ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞില്ലായിരുന്നു, ഇത് ഈ തുണിയുടെ മുകളിൽ കയറ്റി വെച്ചേക്കുന്നത്. ഇത് ഇതേപോലെയുള്ള ഇപ്പൊ ഗ്രാനൈറ്റ് അത് പറഞ്ഞിട്ട് ഇത് പറയാം, അതായിരിക്കും നല്ലത്. എന്തുട്ടാ ഇത് ഫിക്സ് ചെയ്യണായിരിക്കും. ഫിക്സ് ചെയ്യല്ല, ഇതിന്റെ അടിയില് ഈ മറ്റേ ബുഷുകളുടെ എണ്ണം കൂടുതലാണ്. 1 2 3 4 ബുഷ് ഉണ്ട്. ഈ ബുഷ് ഉള്ള കാരണം തന്നെ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊണ്ട് വെക്കാം. ഈസി ആയിട്ട് തെന്നി മാറില്ല. ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈസി ആയിട്ട് എടുക്കാൻ മീൻസ് ഇച്ചിരി ഹാർഡാണ് എടുക്കാനായിട്ട്. ഇങ്ങനെ ഈസി മീൻസ് അങ്ങനെ അത്രയും മുട്ടി അങ്ങനെയല്ല, എന്നാലും ഏത് നേരം അങ്ങനെ തെന്നി മാറ്റി വെക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും മറ്റേ എന്റെ ഉണ്ടായിരുന്ന മിക്സിയൊക്കെ അധികം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എവിടെ ആണെങ്കിലും ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഇത് കൊണ്ടൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ വെച്ചാ അത് വെച്ചോർത്തിരിക്കും. ബുഷിന്റെ ഒരു ക്വാളിറ്റി അത്രേ ഉള്ളൂ.
പിന്നെ എന്നിട്ടാ പിന്നെ നമുക്കിത് എങ്ങനെയാണ് സംഭവം സാധാരണ പോലെ തന്നെ വെക്കുക. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടാ. പിന്നെ ഇതിന്റെ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ സാധനം. ഇത് യൂസ് ചെയ്ത് ഇതാണ് ഇതിന്റെ അച്ചുതണ്ട്. ഇത് യൂസ് ചെയ്താലാ നമുക്ക് മിക്സി നമുക്ക് ഇതിന് എന്ത് കാര്യത്തിനും ഇത് വേണം. ഇതില്ലെങ്കിലും നമുക്ക് ചോപ്പ് ചെയ്യാം. പക്ഷെ നമ്മുടെ മെയിൻ ഐറ്റം കറങ്ങണമെങ്കിൽ ഇത് വേണം. ബ്ലേഡുകളൊക്കെ വെക്കണമെങ്കിൽ ഇത് വേണം. ബ്ലേഡിന് ഇത് ആട്ടപ്പൊടി കറക്കാനും ബ്ലേഡും വെക്കണമെങ്കിലും ഇത് വേണം. അതായത് ഈ സാധനം വെച്ചിട്ടാ ഇതാണ് ഇതിന്റെ മെയിൻ ബ്ലേഡ്. നല്ല മൂർച്ച. ഈ ബ്ലേഡ് ഞാൻ വെച്ചത് ശരിയായില്ല. ഈ ബ്ലേഡ് വെച്ച് ശരിയായിരുന്നു അല്ലേ? ഇതാണ് ഇതിന്റെ മെയിൻ ബ്ലേഡ്. ഈ ബ്ലേഡ് ഫിക്സ് ചെയ്യാനുള്ള ഒരു അച്ചുതണ്ടാണിത്. ഇത് ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ബ്ലേഡിന്റെ ഉള്ളിൽ ഈ ബ്ലേഡ് ഫിക്സ് ചെയ്തിട്ട് ആണ് നമ്മള് ചോപ്പ് ചെയ്യാം. സാധനങ്ങൾ ചോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡാണത്. ഈ ബ്ലേഡ് ആദ്യം ഊരട്ടെ. ഭയങ്കര ഡേഞ്ചറാ. ഇതാണ് നമ്മുടെ ആട്ടപ്പൊടി. ഇത് പ്ലാസ്റ്റിക്കോ? ആട്ടപ്പൊടി മിക്സ് ചെയ്യണ സെയിം ബ്ലേഡ്. ഇതുപോലെ തന്നെ ബ്ലേഡ് വെക്കാം. തല അറിയില്ല വെച്ച മാറിപ്പോ. ഇതാണ് നമ്മുടെ ആട്ടപ്പൊടി കുഴക്കണത്. നല്ല സ്ട്രോങ് ആണ് കേട്ടാ. അതിന്റെ പ്രഷർ കൊണ്ടാണെന്ന് അറിയില്ല. നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് വർക്കിംഗ് ആണ്. ഇതിന്റെ ഒരു ഈ സാധനം ഉണ്ടായാലും വിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് സാധനം. അതിന് കറക്റ്റ് പേര് എന്നിട്ടാന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന സാധനം കേട്ടാ. അപ്പൊ നമ്മുടെ ബ്ലേഡുകൾ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ 3 ബ്ലേഡ് എക്സ്ട്രാ വേറെ വന്നേക്കണത് കേട്ടാ. ഇത് നമ്മുടെ സവോള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നീളത്തില് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 2.4 mm ഒരു ബ്ലേഡാണ്. ഇത് അടുത്തത് 1.2 mm ഒരു ബ്ലേഡാണ് കേട്ടാ. നല്ലതാണ്. നല്ല മൂർച്ചയുണ്ട്. ഇതിനെ കൊണ്ടല്ലോ ഫിക്സ് ചെയ്ത സമയത്ത് പറഞ്ഞത് മറന്നുപോയി. അപ്പൊ നല്ല മൂർച്ചയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ചായിരുന്നു നമുക്ക് സബോള കരിയുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടോ, അതിന്റെ ജ്യൂസ് പോലെയൊക്കെ വരുന്നൊക്കെ കുറെ കംപ്ലൈന്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടാ. ഇതിന്റെ ഈ വേർഷന്റെ പ്രീതി സോഡിയക് 2.0 ആണോന്ന് അറിയില്ല. സവോള കട്ട് ചെയ്യുമ്പോ നല്ല ഒട്ടാണ്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ ചതഞ്ഞൊന്നും വരണില്ല. അതുപോലെ തന്നെ പലവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചപ്പോ പലരും പറഞ്ഞ കാര്യമായിരുന്നു, നമ്മള് ഇതിൽ കട്ട് ചെയ്യുമ്പോ ആ ഒരു മിഷ്യന്റെ അതായത് കത്തിയോണ്ട് കട്ട് ചെയ്യണ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല കിട്ടാന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ പുതിയ വേർഷനിൽ അങ്ങനെ ഇല്ലാന്ന് കമ്പനി പറയുന്നുണ്ട്. നമുക്കത് മനസ്സിലാവണല്ലോ, നമുക്ക് കിട്ടുന്നു തോന്നില്ല, പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചതഞ്ഞൊക്കെയാണ് കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഇപ്പൊ ഇതിന് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. ജ്യൂസി ആയിട്ടൊന്നും അങ്ങനൊന്നും ഞാൻ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്യും. അതെ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഉപകാരത്തിൽ പെടുന്ന സംഭവമാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്താ ക്യാബേജ്, ക്യാരറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്താണെങ്കിൽ അതിന് പറ്റുന്ന ബ്ലേഡാണ് കേട്ടത്. ഇതിങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ 3 ബ്ലേഡ് ഫിക്സ് ചെയ്യുന്ന സംഭവം. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ എടുത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഈ 3 ബ്ലേഡും ഇതിനെ ഫിക്സ് ചെയ്യണത് കേട്ടാ. ഊരാണെങ്കിൽ തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇച്ചിരി ടൈറ്റ് ആണ്, എന്നാലും നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ബട്ടൺ ഒന്നല്ല, നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും നമുക്കൊരു പുഷ് കൊടുക്കണം. ഇങ്ങനെ വെക്കണം കാണിച്ചില്ലല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ നീ പറഞ്ഞു ഈ സാധനം എല്ലാത്തിനും വേണം, പക്ഷെ ഇത് എല്ലാത്തിനും വേണം. ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാണ് സുഹൃത്തുക്കളെ. ഈ അച്ചുതണ്ട് എല്ലാത്തിനും വേണം, അച്ചുതണ്ടാണല്ലോ. അപ്പൊ ഇങ്ങനെ വെക്കുക, വെച്ചാൽ മതി. ഇതാണ് ഇതിന്റെ അടപ്പ്. ഈ അടപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു കപ്പ് അളവാണ് കേട്ടോ. 1 കപ്പ് വാട്ടർ പുഷർ. ഇത് 1 കപ്പ് അളവാണ്. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടയ്ക്കാം, നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കാം. നമുക്ക് എന്തിനാണ് ഐറ്റം ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് അതൊക്കെ മിക്സി ഓൺ ആക്കിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കണില്ല, കാരണം കുറെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കണില്ല. ജസ്റ്റ് ഇത് ഓഫ് ബട്ടൺ ആയിരിക്കും. ഓൺ ആക്കുക, ഒന്നിലിടാം. അപ്പം മോട്ടർ കറങ്ങും. ഐറ്റം ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. എന്നാലും ഇപ്പൊ നമുക്കിപ്പോ പ്രസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ
ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെറിച്ചു പോകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. കൊറേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അങ്ങനെ വരാറില്ല. ജസ്റ്റ് ഇങ്ങനെ വെക്കാം. നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെക്കണതിന് പകരം സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. സവോള ആണെങ്കിലും എല്ലാ സംഭവങ്ങളും നല്ല സൂപ്പറായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ നമ്മളിത് ശരിക്കും ഇത് ഓണാക്കുമ്പോ അത്രയും സ്പീഡിൽ ഇത് കറങ്ങില്ലേ എന്നുള്ള വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഗിയർ ബോക്സ് ഉള്ളതുകൊണ്ട് വേറൊരു സ്പീഡിലാണ് ഈ മുകളിലത്തെ ഭാഗം കറങ്ങണത് കേട്ടോ. ഇപ്പൊ സവോള അങ്ങനത്തെ സാധനങ്ങൾ എന്തും അടിക്കാൻ വേണ്ടി ഒന്നില് മാത്രം ഇട്ടാൽ മതി. അത്രയും സ്പീഡിന്റെ ആവശ്യമുള്ളൂ, ഭയങ്കര ഹൈ സ്പീഡിന്റെ ആവശ്യമില്ല. ഒന്നിലിട്ടിട്ട് ഓണാക്കാൻ സംഭവം അത്രേ ഉള്ളൂ. പൾസ് അടിച്ചാലും കറങ്ങൂലേ? ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. ഇത് കട്ട് ചെയ്യുന്നതിന് പൾസിന്റെ ആവശ്യമില്ലല്ലോ. അത്ര ഉള്ളതാണ് 3 ബ്ലേഡ് യൂസ് ചെയ്യണത്. പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. ഇല്ല, പിന്നെ ഈ സാധനം പറഞ്ഞില്ല. ഇനി ആട്ടയുടെ പറഞ്ഞില്ല. ആട്ട പറയാം. ആട്ട. അപ്പൊ നമ്മുടെ ഈ മെയിൻ ഐറ്റം ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് അങ്ങനത്തെ സംഭവം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ലോ ചോപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞു ഇട്ടിട്ട് ഐറ്റംസ് ഇട്ടിട്ട് അത് പറഞ്ഞില്ല എങ്ങനെയാന്ന് യൂസ് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞില്ലായിരുന്നു. ശരിയാണ്. ഇതില് ഇത് വെച്ചിട്ട് നമുക്കിത് വെക്കണമെങ്കിൽ വെക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചോപ്പ് ചെയ്യണ്ട. ചോപ്പ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കുരുകുരുന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെക്കണം. നമ്മുടെ മറ്റേ മുമ്പുണ്ടായിരുന്ന വലിക്കുന്ന സാധനത്തിന്റെ ഫംഗ്ഷൻ, ഇങ്ങനെ വലിക്കുന്ന ഫംഗ്ഷൻ അതാണ്. വെക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമായി വെക്കാട്ടോ. അല്ലെങ്കിൽ അന്ന് നമ്മോട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ഇലക്ട്രിക് മേടിക്കുന്നു. കുരുകുരുന്ന് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബ്ലേഡ് വെച്ചിട്ടുണ്ട്. മറ്റേ സംഭവത്തിന്റെ ആവശ്യമില്ല. അതിന്റെ ഉള്ളിലിട്ടേക്കാം, ഓണാക്കാം. അത്രേ ഉള്ളൂ. ഇത് അടച്ചു വെക്കണ്ടേ? ഇത് അടഞ്ഞാട്ടാണ് ഇരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കണമെന്ന് ഇഷ്ടമെങ്കിൽ വെച്ചോ, നമ്മുടെ ഇഷ്ടം. കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി കൂടെ തിരുത്തിക്കോളൂട്ടാ. നമ്മളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. 1.5 മാസത്തെ അറിവാണ് ഷെയർ ചെയ്യണത്. അപ്പൊ ഇനി നമ്മുടെ ഈ ഐറ്റം നമുക്ക് ഊരി വെക്കാം. ഇത് മാത്രമായിട്ട് തിരിച്ചാൽ ഇതിന്റെ ഉള്ളിൽ വെക്കണ ആ സാധനം നീ കാണിച്ചില്ലല്ലോ, ചപ്പാത്തി കുഴക്കണ കാര്യത്തിന്. ഇതൊക്കെ ഊരി വെക്കണം. എന്താ ചപ്പാത്തി ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. ശരി, ഞാനും ഉറ്റു നോക്കിയായിരുന്നത്. എന്നെ ഒരു അട്രാക്റ്റീവ് കണ്ടന്റ് ആക്കിയത് ചപ്പാത്തി തന്നെയാണ്. അപ്പൊ ഈ സംഭവം വെക്കാം. ചപ്പാത്തി കുഴക്കാനുള്ള ഈ ഐറ്റം, നമ്മുടെ കുഴക്കാനുള്ള സാധനം വെക്കാം. ഇത് വെക്കാം. ചപ്പാത്തി ഒന്നില്ലെങ്കിൽ പൊടി ഡയറക്റ്റ്ലി ഇടാം, ആവശ്യമുള്ളൂ. ഇപ്പൊ 1 കപ്പ് പൊടി ഇട്ടു. എന്നിട്ട് ഇതിക്കൂടെ ഒന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. 1 കപ്പ് പൊടി, 1 കപ്പ് വെള്ളം, ഉപ്പ്, പിന്നെ അതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ പൊടി ഇടാം, വെള്ളം ഒഴിക്കുക, ഉപ്പിടാം. ഇനി ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടയ്ക്കുക, ഓണാക്കാം. ഓണാക്കുമ്പോ ആട്ടയുടെ ഇത് പ്രസ് ചെയ്താൽ മാത്രം മതി. അല്ല വെള്ളം നമുക്കിനി എക്സ്ട്രാ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. അതിൽ ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഇതിൽ കൂടെ സൈഡിൽ കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടണേന്ന്. കാരണം ഇവളീ 2.0 അല്ല പറഞ്ഞത്, പ്രീതി സോഡിയാക്ക് എനിക്ക് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മുമ്പ്. അപ്പൊ ഞാനിത് മേടിക്കാനേക്കാൾ മുമ്പ് ഇതിന്റെ റിവ്യൂ കുറെ നോക്കി യൂട്യൂബിലൊക്കെ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എനിക്കൊന്നും മനസ്സിലാവണമില്ല ഇതിനെ കുറിച്ച് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കൺഫ്യൂസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി വേറെ ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോട്ടെ വെച്ച് പറയുന്നത്. നമ്മുടെ എന്താ പറയാ ജ്യൂസർ അല്ല, എന്നിട്ട് മൂസമ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിഴിയണമെങ്കിൽ ഇത് നോർമൽ, ഇത് നമ്മള് യൂസ് ചെയ്യാനുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇങ്ങനെ ഓണാക്കാം, കറക്കാം, അപ്പൊ തന്നെ ശരിയായി. അപ്പൊ ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കരുത്. ഇതിനും ഇവിടെ വേറെ എക്സ്ട്രാ ഗിയർ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഇത് പ്രവർത്തിക്കൂ. അപ്പൊ ആ ഗിയറുകൾ ഇത് തട്ടിട്ട് ഇത് വേറെ സ്പീഡിലായിരിക്കും ഇത് കറങ്ങാം. സംഭവം വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിടലിനായിട്ട് കിട്ടും. പക്ഷെ നീ നോക്കിയിട്ടുണ്ടത് ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, അതാണ് സത്യം. പക്ഷെ യൂസർ മാനുവലൊക്കെ ഞാൻ നോക്കിയപ്പോ ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി, 1-ലിട്ടിട്ട് ഓൺ ആക്കിയാൽ മതി. അത് സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെയാണല്ലോ കമ്പനി ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെയല്ല, ഇത് വേറെ പ്രത്യേകിച്ചും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ നമ്മളത് യൂസ് ചെയ്യാറില്ലല്ലോ. സാധനം ചെയ്തിട്ടില്ല, നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ ചെയ്യാറില്ലല്ലോ. പിന്നെ ഇതിലേക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല, എല്ലാം പറഞ്ഞു. ഇല്ല, ഈ ജാറിനെ കുറിച്ച് പറഞ്ഞില്ല. ജാറും കൂടി പറയണം. ഇനി അടുത്തത് നമ്മുടെ ഇത് ഊരിട്ടോ.
ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ പ്രീതി സോഡിയാക്കിന്റെ അടുത്ത ജാറാണ് കേട്ടത്. അപ്പൊ ഇത് എത്രയോ 1.2 ലിറ്റർ വരുന്ന ജാറാണ്. പക്ഷെ ഇതിലും 700-600 ഉണ്ടല്ലോ കൊടുത്തേക്കണം. 700 ഇത്രയും മതിയെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. പിന്നെ 1.2 ലിറ്റർ എന്ന് പറയണ്ടല്ലോ. ജാറിന്റെ അളവ് കൊള്ളുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ ഇതിന്റെ ഉള്ളിലൊരു ഫിൽറ്റർ ഉണ്ട്. അരിപ്പയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ കൂടെ ഫിൽറ്റർ ആയിട്ട് ഈ പൈപ്പിൽ കൂടെ നമുക്ക് ഇങ്ങനെ തുറന്നാൽ വരും. അതും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അതും ഞാൻ കണ്ടിരുന്നു. ഇത് എന്നിട്ടാണ് ഇത് പൾപ്പൊക്കെ എടുക്കാനും അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ്. ഡയറക്റ്റ് അടിച്ചിട്ട് കുടിക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ അരിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അരിച്ചാൽ മാത്രം മതി. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഇതിലെല്ലാം വരും വീഡിയോസുകളിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കാണിക്കും. ഇട്ടിട്ട് ജസ്റ്റ് സാധാരണ ജാർ പോലെ പ്രത്യേകം ഒന്നുമില്ല. അരിപ്പ പോലത്തെ ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് ഇത് ഡയറക്റ്റ് രീതിയിൽ കൂടെ യൂസ് ചെയ്യാം. അല്ല നമുക്ക് അത് യൂസ് ചെയ്യണ്ട, തുറന്നിട്ട് സാധാരണ പോലെ അരിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യാം. അത്രേ ഉള്ളൂ. സാധാരണ പൈപ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിൽറ്ററും വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ പ്രത്യേകത. നമ്മുടെ സാധാരണ ജാർ പോലൊക്കെ തന്നെയാണ്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് എളുപ്പത്തിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ ഇതിന്റെ കൂടെ വേറെ ഈ ഒരു കയ്യില് ഒരു സ്പാച്ചുല കൊടുത്തിട്ടുണ്ട്. ഇളക്കാനും ഇതിലൊക്കെ ഇളക്കണോ ഇതിലൊക്കെ ഇളക്കണം. പിന്നെ ഇതിന്റെ സ്ക്രൂ ഇതിന്റെ യൂസ് ചെയ്യാനുള്ള ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോസിലൊക്കെ ഞാൻ സവോള കട്ട് ചെയ്യുന്നതും ചോപ്പ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ഐറ്റംസ് വരും വീഡിയോയിൽ കാണിക്കും. അപ്പൊ ഇനി ഇത് ശരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കാണിക്കണം എന്ന് അറിയാം, പക്ഷെ കാണിക്കണില്ല. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ പറയാം. ഇപ്പൊ നമുക്ക് അപ്പൊ ഇതിന്റെ സോഡിയം 2.0 ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 14,500 ആണ് നമ്മൾ മേടിച്ചപ്പോ വന്നത്. 14,500 ആ റേഞ്ചിൽ വരുന്നത്. പക്ഷെ ആമസോണിലൊക്കെ ഇതിന് ഡിസ്കൗണ്ട് ഞാൻ കണ്ടിരുന്നു. 13,800 ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ മേടിച്ച റേറ്റ് ഇതാണ്. ശരിക്കും ഇത്ര റേറ്റ് ഉള്ള ഒരു ഐറ്റം എന്തിനാണ് നമ്മുടെ അടുക്കളയിൽ നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം. പക്ഷെ ഇത് കുറെ കാര്യങ്ങൾ നമ്മുടെ വർക്കിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. കുറെ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യണ്ടെങ്കിലോ പിന്നെ നല്ല രീതിയിൽ ഇതിന്റെ ബ്ലേഡ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ ഇത്ര നാളത്തെ യൂസിൽ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നല്ല മോട്ടറൊക്കെ നല്ല ഫാസ്റ്റ് ആയതുകൊണ്ട് സ്മൂത്ത് ആണ്. പിന്നെ പവർ പ്ലഗ് വേണം. ഒന്ന് കുത്തി ലൈറ്റെങ്കിലും ഓണാക്കി കാണിച്ചു കൊടുക്കായിരുന്നു. ഇതിന്റെ ലൈറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ ഇതിന്റെ എന്നിട്ട് പറയാ ഇത്ര വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് തോന്നി. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നോർമൽ നമ്മുടെ ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, എന്നാലും ഇതിന്റെ വെട്ടം കാണുമോ? പവർ പ്ലഗ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓണാക്കുമ്പോ ഓൺ ബട്ടൺ ഞെങ്ങി നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതന്നെ, അത്രേ ഉള്ളൂ. ഇതിന്റെ ലൈറ്റിനെ കുറിച്ച് പറയാനായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കാം. കാരണം ഭയങ്കര ഡേഞ്ചർ ആണ് ഇതിന്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെ. നല്ല മോട്ടർ നല്ല പവർ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ കെട്ടിയാണെന്ന രീതിയിൽ എനിക്ക് ചെറിയ അഭിപ്രായം പറയാനുണ്ട്. കൂടുതൽ സബോള ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സബോളയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യണടുത്ത് ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പണി കൂടുതലാണ്. ഇലക്ട്രിസിറ്റി മാത്രമല്ല, ഇതിന്റെ ഇത് കഴുകലും വെക്കലും എടുക്കലും ഒക്കെ പണി കൂടുതലാണ്. അതിലും ബെറ്റർ കത്തിയോണ്ട് അരി എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 5-6 സവോള അരി 3-4 സവോള അങ്ങനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ചോപ്പ് ചെയ്യാം നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ബാക്കി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നുറുക്കാമല്ലോ. നുറുക്കണ പരിപാടികളൊക്കെ നല്ല പെട്ടെന്ന് പടയെന്ന് പറഞ്ഞു ബ്ലേഡ് നല്ല സ്പീഡ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് നടക്കും. അത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിച്ചോളൂ. നമുക്ക് പിന്നത്തെ വീഡിയോകളിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങള് കമന്റ് വഴി അറിയിച്ചോളോ. വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ്സ് കൂടെ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഞങ്ങളിത് മേടിച്ചത് ചാലക്കുടിയിലുള്ള മൈജിന്നാണ് കേട്ടോ. മൈജിയുടെ ചാലക്കുടിയിൽ ആനമല ജംഗ്ഷനിലുള്ള ഷോപ്പിൽ ജംഗ്ഷനിലുള്ള മൈജിന്നാണ് മേടിച്ചത്. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ മിക്സിയുടെ വിശേഷങ്ങൾ, പ്രീതി സോഡിയാക്കിന്റെ വിശേഷങ്ങൾ, പ്രീതി സോഡിയാക് 2.0 വിശേഷങ്ങൾ. അപ്പൊ
ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ.